എറണാകുളം മാടവനയിൽ സിഗ്നലിൽ ഇടിച്ചുമറിഞ്ഞ ബസ്സിനിടയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. 6 സ്ത്രീകൾ ഉൾപ്പെടെ ബസ്സിലെ 11 യാത്രക്കാർ നെട്ടൂർ ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സിഗ്നൽ മറികടക്കാനുള്ള ശ്രമത്തിനിടെ റെഡ് സിഗ്നൽ തെളിഞ്ഞതോടെ ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് വർക്കലയ്ക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. ക്രെയിൻ വെച്ച് ബസ് ഉയർത്തിയാണ് ബൈക്ക് യാത്രക്കാരനെ പുറത്തെത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ജിജോ സെബാസ്റ്റ്യനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏറെ നേരം ബസ്സിനടിയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. രാവിലെ മുതൽ പെയ്ത മഴയിൽ റോഡിൽ തെന്നലുണ്ടായിരുന്നു. സിഗ്നൽ അടുത്തു വെച്ചും ബസ് വേഗത്തിലായിരുന്നെന്നും സിഗ്നൽ മാറി ബ്രേക്ക് ഇട്ടപ്പോൾ റോഡിൽ തെന്നി മറിയുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. ലോങ് സർവീസ് ഓടുന്ന വണ്ടിയൊക്കെ ഇങ്ങനെയാണ് ഓടിക്കണത്. ടയർ നിങ്ങാട്ട് അതിന്റെ ടയറൊക്കെ നോക്കിയെന്നിട്ട് ലോങ് സർവീസ് ഓടുന്ന വണ്ടിയൊക്കെ 3 അല്ല എല്ലാവരും വണ്ടി പുതിയ വണ്ടികൾ മാറ്റിയിടും. ഇത് എത്ര വർഷം പഴക്കമുള്ള ലൈലാൻഡ് സാധാരണ വണ്ടിയെ കാണണത്, അല്ലാണ്ട് ഡബിൾ ആക്സിൽ വണ്ടിയൊന്നും അല്ലല്ലോ. ചവിട്ടിയിട്ട് ഇട്ടാൽ ഞാൻ അവിടെ നിന്നിട്ട് എല്ലാവരും വേഗത. ഇവിടെ ഈ ശരണ്യ ബസ്സൊക്കെ ഈ സർവീസിൽ കൂടി വന്നിട്ട് ഇവിടെ സിഗ്നൽ പോലും നോക്കാനാണ് അവന്മാർ പോണത്. ഓട്ടോറിക്ഷക്കാരാണോ ബൈക്കാരാണോ നടക്കുന്ന ആൾക്കാരാ, അവർക്ക് ആർക്കും ഒരു മൈൻഡില്ല. അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്ന 11 പേർക്ക് പരിക്കേറ്റു. കൊല്ലം സ്വദേശികളായ അഞ്ജലി, ലിസ, അശ്വിൻ, അങ്കിത, ആലപ്പുഴ സ്വദേശികളായ ഏലിയാസ്, അനന്തു, ചന്ദ്രൻപിള്ള, മാവേലിക്കര സ്വദേശിനി ശോഭ, കണ്ണൂർ സ്വദേശിനി ആര്യ, കേരളത്തിന് പുറത്തു നിന്നുള്ള രവികുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടം നടന്ന് 15 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാവരെയും രക്ഷാപ്രവർത്തകർ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് യാത്രക്കാരായിരുന്ന ഷൈൻ, റോണി എന്നിവർ പറഞ്ഞു. ഞങ്ങൾ ബെർത്തിലായിരുന്നു. അത് പെട്ടെന്ന് വണ്ടിയുടെ ബാക്കോട്ട് അങ്ങ് പൊങ്ങി, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി മറിയുമായിരുന്നു. ഞങ്ങൾ ഉണർന്നിരിക്കുകയായതുകൊണ്ടും ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്തിരുന്ന ചേട്ടനാണ്. ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് പെട്ടെന്ന് കമ്പിയിൽ പിടിച്ചു നിന്നുകൊണ്ട് വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. വണ്ടി അങ്ങനെ ശരിക്കും ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് സ്കിഡ് ചെയ്ത് സൈഡിലോട്ട് മറിയത്. അപ്പോൾ നമ്മൾ വയലിലോട്ട് വല്ലതും മറിയുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്ക് തോന്നിയത്. വെള്ളം ഉണ്ടായി. പുറത്തിറങ്ങിയപ്പോൾ പിന്നെ പെട്രോളിൻ്റെ സ്മെല്ലുണ്ടായി. അപ്പോൾ ഡോറെല്ലാം ക്ലോസ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങാൻ നോക്കി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അപകടത്തിൽപ്പെട്ട കല്ലട ബസ്സിൽ പരിശോധന നടത്തി. ടയറിന്റെ തേയ്മാനവും അമിത വേഗതയും അപകട കാരണമായിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. സ്ഥിരം അപകട മേഖലയാണ് മാടവന സിഗ്നൽ ജംഗ്ഷൻ. ടാറിങ്ങിലെ അശാസ്ത്രീയതയും അപകട കാരണമായിട്ടുണ്ട്. ജനം, കൊച്ചി.